ഏവർക്കും നോവ സൊല്യൂഷൻസിന്റെ ഓൺലൈൻ ക്ലാസ്സസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 6ാമത്തെ അധ്യായമായ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമർസം എന്നുള്ള ചാപ്റ്ററിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന ഭാഗമായിരുന്നു. ഈ ഭാഗത്ത് നമ്മൾ 3 ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, കാർബോക്സിലിക് ഗ്രൂപ്പ്, ഹാലോ ഗ്രൂപ്പ്. 4ാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ആൽക്കോക്സി ഗ്രൂപ്പുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നമുക്ക് ആൽക്കോക്സി ഗ്രൂപ്പിലേക്ക് കടക്കാം. ആദ്യത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആയിരുന്നു. OH ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഈ OH ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന ഓർഗാനിക് സംയുക്തങ്ങളെ പൊതുവായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കഹോളുകൾ. രണ്ടാമത്തേത്, ഇനി ആൽക്കഹോളുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പേര് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് കാർബോക്സിലിക് ഗ്രൂപ്പ്. അല്ലെ, കാർബോക്സിലിക് ഗ്രൂപ്പിൽ COOH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരിക. ഈ COOH ഫങ്ഷണൽ ഗ്രൂപ്പായി വന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളെ പൊതുവെ നമ്മൾ വിളിക്കുന്ന പേര് കാർബോക്സിലിക് ആസിഡ് എന്നായിരുന്നു. ഈ കാർബോക്സിലിക് ആസിഡിന് എങ്ങനെയാണ് പേര് കൊടുക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മൂന്നാമത്തെ ഗ്രൂപ്പ് ഹാലോ ഗ്രൂപ്പ്. ക്ലോറോ, ഫ്ലൂറോ, ബ്രോമോ, അയഡോ ഒക്കെയാണ് ഹാലോ ഗ്രൂപ്പിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നത്. 4ാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ആൽക്കോക്സി ഗ്രൂപ്പ്. ആൽക്കോക്സി ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പിൽ O ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിംഗ് ആൽക്കോക്സി ഗ്രൂപ്പ് അല്ലെങ്കിൽ O ആസ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ജനറലി കോൾഡ് ഈതേഴ്സ്. ഈതേഴ്സ് എന്നാണ്, ഈതറുകൾ എന്നാണ് ആൽക്കോക്സി ഗ്രൂപ്പുകൾ ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന ഓർഗാനിക് സംയുക്തങ്ങളെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേര് ഈതേഴ്സ് എന്നാണ്. ഇനി ഈ ആൽക്കോക്സി ഗ്രൂപ്പ് ഈതറുകൾ വന്നു കഴിഞ്ഞാൽ ഇതിന് പേര് കൊടുക്കുന്നത് ഒരു ജനറൽ ഫോം ഉണ്ട് പേരിന്. ആൽക്കോക്സി ആൽക്കെയിൻ എന്ന പേരിലാണ് പേര് കൊടുക്കുക. ആൽക്കോക്സി ആൽക്കെയിൻ. ആൽക്കോക്സി ആൽക്കെയിൻ എന്ന പേരാണ് ആൽക്കോക്സി ഗ്രൂപ്പിന് കൊടുക്കുക. നമുക്കൊരു പേര് എങ്ങനെയാണ് ആൽക്കോക്സി ഗ്രൂപ്പ് വരുന്നത്, എങ്ങനെയാണ് പേര് കൊടുക്കുക എന്നുള്ളത് നോക്കാം. ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് CH3O CH2 CH3. ബാക്കിയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പോലെയല്ല ആൽക്കോക്സി ഗ്രൂപ്പ് O എന്ന് വരും എപ്പോഴും എന്താണ്, ഒരു കോമ്പൗണ്ടിന്റെ മിഡിലായിട്ടാണ്, ഒരു കണ്ടൻസ്ഡ് ഫോർമുലയുടെ മിഡിലായിട്ടാണ് ഈ O വരിക. ഒരിക്കലും എന്ത് വരില്ല, മറ്റേതൊക്കെ ഓരോരോ എൻഡിൽ ബ്രാഞ്ച് ആയിട്ടായിരുന്നു ബാക്കിയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളൊക്കെ വന്നതെങ്കിൽ ആൽക്കോക്സി ഗ്രൂപ്പ് ഈ കോമ്പൗണ്ടിന്റെ മിഡിലിൽ അല്ലെങ്കിൽ കോമ്പൗണ്ടിന്റെ ഏതെങ്കിലും 2 കാർബണുകളുടെ ഇടയിലായിട്ടാണ് ആൽക്കോക്സി ഗ്രൂപ്പ് വരിക. ആൽക്കോക്സി ഗ്രൂപ്പിന്റെ ഓന്റെ 2 സൈഡിലും 2 ആൽക്കേനുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് 2 സൈഡിലും നമ്മൾ ഇങ്ങനെ ബോണ്ട് രേഖപ്പെടുത്തുന്നത്. 2 സൈഡിലും 2 ആൽക്കേനുകളായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. ഇതൊരു ആൽക്കെയിൻ, ഇത് അടുത്ത ആൽക്കെയിൻ. ഇതിന്റെ ഇടയിൽ O ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരും. ഇനി എങ്ങനെയാണ് ഇതിന് പേര് കൊടുക്കുക എന്നുള്ളത് നോക്കാം. ആൽക്കോക്സി ആൽക്കെയിൻ എന്ന പേരിലാണ് നമ്മൾ എന്ന രൂപത്തിലാണ് നമ്മൾ പേര് കൊടുക്കുക. ആൽക്കോക്സി ഇവിടെ ഓന്റെ 2 സൈഡിലും 2 ആൽക്കെയിൻ ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു അല്ലെ. ലെഫ്റ്റ് സൈഡിലുള്ളത് CH3 അല്ലെങ്കിൽ CH4 ആയിരുന്നെങ്കിൽ മീഥെയിൻ ആയിരുന്നു അല്ലെ. മീഥെയിൻ ആണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത്. റൈറ്റ് സൈഡിലാണെങ്കിൽ 2 കാർബൺ ഈഥെയിൻ ആണ് അല്ലെ. ലെഫ്റ്റിൽ മീഥെയിനും റൈറ്റിൽ ഈഥെയിനും. ഏതിലാണ് കാർബണിന്റെ എണ്ണം കുറവുള്ളത്? ഒറ്റ കാർബണുള്ള മീഥെയിനിലാണ് അല്ലെ. ഇതിന് 2 കാർബണിന്റെ ഇവിടെ കാർബണിന്റെ എണ്ണം കൂടുതലാണ്. അപ്പൊ നമ്മൾ ഓക്സി ചേർക്കുന്നത് ഏതിലാണോ കാർബണിന്റെ എണ്ണം കുറവ് അതിന്റെ പേരിന്റെ കൂടെ ഓക്സി ചേർക്കുക, മറ്റേതിന്റെ പേര് അങ്ങനെ എഴുതുക, ആൽക്കെയിൻ എന്ന് എഴുതുക. അപ്പൊ ഇവിടെ മീഥെയിനിലാണ് കാർബണിന്റെ എണ്ണം കുറവുള്ളത്. അപ്പൊ മീഥെയിനിൽ ANE മാറ്റിയിട്ട് എന്താക്കും നമ്മൾ ഓക്സി ആക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ പേര് വരും മീത്തോക്സി എന്ന് വരും അല്ലെ. മീഥെയിൻ ആണ് ശരിക്കും പേര് വരേണ്ടത്. അതില് ഈ ANE മാറ്റിയിട്ട് എന്താക്കും നമ്മൾ ഓക്സി ആക്കുക. പ്ലസ് ഈ സൈഡിലുള്ള ആൽക്കെയിന്റെ പേര്, ഈ സൈഡിൽ എന്താ ഉള്ളത്, ഈഥെയിൻ ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ പേര് എങ്ങനെ വരും? മീത്തോക്സി ഈഥെയിൻ എന്ന് പേര് വരും. ഏത് സൈഡ്, ഓന്റെ 2 സൈഡിലും നമ്മൾ നോക്കുക, ഏത് സൈഡിലാണോ കാർബണിന്റെ എണ്ണം കുറവുള്ളത് അതിന്റെ കൂടെ ഓക്സി ചേർക്കുക, മറ്റേ സൈഡിൽ ആൽക്കെയിന്റെ പേര് അങ്ങനെ ചേർക്കുക. അപ്പം ആൽക്കോക്സി ആൽക്കെയിൻ, മീത്തോക്സി ഈഥെയിൻ എന്നാണ് ഇതിന്റെ പേര് വരിക. ഓർത്ത് വെക്കുക, ചെറുതിന്റെ കൂടെ ഓക്സി, വലുതിന്റെ പേര് അങ്ങനെ തന്നെ. ചെറുതോക്സി വലുതെയിൻ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറയാണ്. ചെറുതോക്സി വലുതെയിൻ എന്ന പേരിൽ, എന്ന രൂപത്തിലാണ് ഇതിനെ പേര് കൊടുക്കുക. വേറൊരു എക്സാമ്പിൾ എഴുതിയാല്
CH3 CH2 O CH3. ഇവിടെ നോക്കുക, ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ 2 കാർബൺ, റൈറ്റ് സൈഡിൽ 1 കാർബൺ ആണ് അല്ലെ. അപ്പൊ ഏതിനാണ് കാർബണിന്റെ എണ്ണം കുറവുള്ളത്? ഈ റൈറ്റ് സൈഡിലാണ് അല്ലെ, 1 കാർബണേ ഉള്ളൂ. ഇതിന്റെ കൂടെ ആവണം നമ്മൾ ഓക്സി ചേർക്കേണ്ടത്. ഒരിക്കലും ലെഫ്റ്റ് സൈഡിലുള്ളതിന്റെ കൂടെ ഓക്സി ചേർക്കരുത്. ഏതിനാണോ കാർബണിന്റെ എണ്ണം കുറവുള്ളത് അതിന്റെ കൂടെയാണ് നമ്മൾ ഓക്സി ചേർക്കുക. ഇതിന്റെ പേര് എന്തിനാ വരിക? മീത്തോക്സി ഈഥെയ്ൻ തന്നെയാണ്. വേറൊരു എക്സാമ്പിൾ എഴുതിയാല് ഇതിന്റെ 2 സൈഡിലും എന്താണ്? കാർബണിന്റെ എണ്ണം സെയിം ആണ് അല്ലെ. ലെഫ്റ്റിലും 2 കാർബൺ ആണ്, റൈറ്റിലും 2 കാർബൺ ആണ്. അപ്പൊ നമുക്ക് രണ്ടും എന്ത് ചെയ്താം? ഈഥോക്സി ഈഥെയ്ൻ. രണ്ടും ഈഥെയ്ൻ ആയതുകൊണ്ട് തന്നെ ഈഥോക്സി ഈഥെയ്ൻ എന്നാണ് ഇതിന്റെ പേര് വരിക. ഇങ്ങനെ നമ്മൾ ഏത് സൈഡിലാണോ കാർബണിന്റെ എണ്ണം കുറവുള്ളത് അതിന്റെ പേരിന്റെ കൂടെ ഓക്സി ചേർക്കുക, മറ്റേത് ആൽക്കെയിന്റെ പേരെന്താണോ അത് ചേർത്ത് എഴുതുക. ഇങ്ങനെയാണ് ആൽക്കോക്സി ആൽക്കെയിൻ എന്ന രൂപത്തിലാണ് ഇതിന്റെ പേര് വരിക. ഈഥേഴ്സ് എന്നാണ് ഈ കോമ്പൗണ്ടുകളെ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്ന പേര്. അപ്പൊ ഇത്രയാണ് ആൽക്കോക്സി ഗ്രൂപ്പ്, ഇത്രയാണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഉള്ളത്. അപ്പൊ 4 ഫങ്ഷണൽ ഗ്രൂപ്പ്. ആദ്യത്തത് ഹൈഡ്രോക്സിൽ, രണ്ടാമത്തെ കാർബോക്സിലിക്, മൂന്നാമത്തത് ഹാലോ, നാലാമത്തത് ആൽക്കോക്സി. ആൽക്കോക്സി ഗ്രൂപ്പുകൾ ഉള്ള O ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളെ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്ന പേര് ഈഥേഴ്സ് എന്നാണ്. ഇനി ഇതിന്റെ പേരിനൊരു ജനറൽ പൊതുവായിട്ടുള്ള ഒരു രൂപമുണ്ട്. ആ രൂപം ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ്. ചെറുതിന്റെ കൂടെ ഓക്സി, വലുത് ആൽക്കെയിൻ. വലുത് എന്താണോ അതിന്റെ പേര് അങ്ങനെ തന്നെ എഴുതുക. എക്സാമ്പിൾ ആണ് എഴുതിയത്. ചെറുതോക്സി വലുതെയിൻ എന്ന രൂപത്തിലാണ് നമ്മൾ പേര് എഴുതുന്നത്. എക്സാമ്പിൾ മീത്തോക്സി ഈഥെയ്ൻ. ഇങ്ങനെ ഒരു ഈ ഓന്റെ 2 സൈഡ് നോക്കുക. ഏത് സൈഡിലാണോ കാർബണിന്റെ എണ്ണം കുറവ് അതിന്റെ കൂടെ ഓക്സി, മറ്റേത് ആൽക്കെയിന്റെ പേര് എഴുതുക. ഇങ്ങനെയാണ് പേര് എഴുതുക. ഇത്രയാണ് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ച് നമുക്കുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഐസോമെറിസം ആണ്. ഈ ചാപ്റ്ററിലുള്ള അവസാനത്തെ ടോപ്പിക്കാണ് ഐസോമെറിസം. നമുക്ക് നോക്കാം. അപ്പൊ ഈ ചാപ്റ്ററിലുള്ള അവസാനത്തെ ടോപ്പിക്കാണ് ഐസോമെറിസം. ഐസോമെറിസം എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളുമുള്ള ഓർഗാനിക് സംയുക്തങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. ഈ ഒരു പ്രതിഭാസത്തെ, ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോമെറിസം എന്ന് വിളിക്കുന്നത്. ഒരേ സെയിം മോളിക്കുലാർ ഫോർമുല അല്ലെ, സെയിം മോളിക്കുലാർ ഫോർമുലയും ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിലുള്ള വ്യത്യാസം. സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും. ഓർഗാനിക് കോമ്പൗണ്ട്സ് 2 കോമ്പൗണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ ഇതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു പ്രതിഭാസത്തെയാണ് ഐസോമെറിസം എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് 3 തരം ഐസോമറുകളെ കുറിച്ചിട്ടാണ്. ആദ്യത്തത് ചെയിൻ ഐസോമേഴ്സ്, രണ്ടാമത്തത് ഫങ്ഷണൽ ഐസോമേഴ്സ്, മൂന്നാമത്തത് പൊസിഷൻ ഐസോമേഴ്സ്. നമുക്ക് ആദ്യത്തെ ചെയിൻ ഐസോമർ എന്താ നോക്കാം. ചെയിൻ ഐസോമേഴ്സ് ചെയിൻ ഐസോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ, ഡിഫറെന്റ് കണ്ടൻസ്ഡ് ഫോർമുല അല്ലെങ്കിൽ ഡിഫറെന്റ് സ്ട്രക്ചർ ആയിരിക്കും. ഒരേ മോളിക്കുലാർ ഫോർമുലയുള്ള 2 സംയുക്തങ്ങളായിരിക്കും, പക്ഷെ അതിന്റെ സ്ട്രക്ചർ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. സ്ട്രക്ചർ മാറിക്കഴിഞ്ഞാൽ എന്തായി? ഇതിന്റെ പേര് മാറും. അപ്പം ഇതിന്റെ എന്ത് മാറും? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടിയും മാറും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഈ ചെയിൻ ഐസോമേഴ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരെ എങ്ങനെയാന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിന്റെ കണ്ടൻസ്ഡ് ഫോർമുല തരും. എന്നിട്ട് നിങ്ങളോട് പറയും റൈറ്റ് ഓൾ പോസിബിൾ ചെയിൻ ഐസോമേഴ്സ് ഓഫ് ദിസ്. ഇപ്പൊ ഒരു ഹെക്സൈൻ അല്ലെങ്കിൽ ഒരു പെന്റൈൻ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടൈൻ തന്നിട്ട് റൈറ്റ് ഓൾ പോസിബിൾ ചെയിൻ ഐസോമേഴ്സ് ഓഫ് ബ്യൂട്ടൈൻ എന്നുള്ള രീതിയിലാണ് ഇതിൽ ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് അതിന്റെ ചെയിൻ ഐസോമർ എഴുതി നോക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. സി 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 4 കാർബണുള്ള ആൽക്കൈൻ. 4 കാർബണുള്ള ആൽക്കൈനെ നമ്മൾ ബ്യൂട്ടൈൻ എന്നാണ് വിളിക്കുക അല്ലെ. ഇനി ഹൈഡ്രജൻ ഫിൽ ചെയ്താൽ എങ്ങനെയാ വരിക? CH3 H2
H2H3 വരും അല്ലെ. ഇതാണ് നമ്മളുടെ കോമ്പൗണ്ട്, ആ ബ്യൂട്ടൈൻ ആണ്. ഇതിന്റെ ചെയിൻ ഐസോമേഴ്സ് എഴുതാൻ പറഞ്ഞാൽ ഡ്രോ ഓൾ പോസിബിൾ ചെയിൻ ഐസോമേഴ്സ് ഓഫ് ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ബ്യൂട്ടൈൻ എഴുതണം അല്ലെ. ഇനി ഇതിന്റെ ചെയിൻ ഐസോമേഴ്സ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഇതിൽ ഒരു കാർബൺ മുറിച്ചെടുക്കുക. ഒരു കാർബൺ മുറിച്ചാൽ ബാക്കി മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടാവും? 3 കാർബൺ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് അത് എഴുതുക, 1 2 3 കാർബൺ. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതി എന്താ വരിക? C4H10 ആണ് അല്ലെ. 3 2 5 2 7 3 10 ഹൈഡ്രജൻ 4 കാർബൺ, C4H10. ഇതിൽ നമ്മൾ ഒരു കാർബൺ മുറിച്ചെടുത്തു. ഈ കാർബൺ എവിടെയൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും? ഇവിടെ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. കാരണം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കോമ്പൗണ്ട്. ഇവിടെ കൊടുത്താലും ഇത് തന്നെയാണ് മെയിൻ ചെയിൻ. ഇങ്ങനെ മെയിൻ ചെയിൻ ആയിട്ട് കണക്കാക്കും, ഇങ്ങനെയും മെയിൻ ചെയിൻ ആയിട്ട് കണക്കാക്കും. ഇവിടെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇവിടെ കൊടുത്തതിന് ഹൈഡ്രജൻ ഫിൽ ചെയ്താൽ എങ്ങനെ വരിക? H3 ഇവിടെ 1 ഇലക്ട്രോൺ പങ്കുവെച്ചു, 2 3 പങ്കുവെച്ചു, ബാക്കി ഒരു ഹൈഡ്രജനെ ഉണ്ടാവുള്ളൂ. H ഇവിടെ H3 ഇവിടെയും H3. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ത് തന്നെ വരും? C4H10. ഇനി ഇതിന്റെ പേര് എഴുതി നോക്കിയാൽ ഇതെന്താ സാധനം? ബ്യൂട്ടൈൻ ആണ് അല്ലെ. ഇതോ 1 2 3 കാർബൺ ആണ് മെയിൻ ചെയിനിൽ. രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ. അപ്പൊ ഇതിന്റെ പേരെന്താ വരിക? 2-methyl പ്രൊപ്പൈൻ ആണ് ഇത് അല്ലെ. 2-methyl പ്രൊപ്പൈൻ ആണിത്. ഇത് ബ്യൂട്ടൈൻ ആണെങ്കിൽ ഇത് 2-methyl പ്രൊപ്പൈൻ ആണ്. രണ്ടും 2 കോമ്പൗണ്ട് ആണ് അല്ലെ. പക്ഷെ ഇതിന്റെ മോളിക്കുലാർ ഫോർമുലയോ സെയിം ആണ്. ഇത്തരത്തിലുള്ളതാണ് ചെയിൻ ഐസോമേഴ്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല. ഇവിടെ സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ ആണുള്ളത്. രണ്ടും 2 കോമ്പൗണ്ട് ആണ്. ഇത്തരം കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ചെയിൻ ഘടനയിലുള്ള വ്യത്യാസം കൊണ്ട് ചെയിൻ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നു. ഇനി ചെയിൻ ഐസോമേഴ്സിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റൈറ്റ് ഓൾ പോസിബിൾ ചെയിൻ ഐസോമേഴ്സ് ഓഫ് ഹെക്സൈൻ. ഹെക്സൈന്റെ സാധ്യമായ എല്ലാ ചെയിൻ ഐസോമറുകളെ കുറിച്ച്, ഐസോമറുകളുടെ സ്ട്രക്ചർ വരച്ച് പേര് എഴുതാനുള്ള ഒരു ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ചോദ്യമാണ്. അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഹെക്സൈന്റെ സാധ്യമായ എല്ലാ ചെയിൻ ഐസോമറുകളുടെയും ഘടന വരച്ച് പേര് എഴുതാനാണ്. ഹെക്സൈൻ ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 കാർബൺ ആണ് അല്ലെ. ആദ്യം ഹൈഡ്രജൻ ഫിൽ ചെയ്യാം. H3 H2 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 H3 ഹെക്സൈൻ ആണ് അല്ലെ. ഇനി ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതിയാൽ എന്താ വരിക? C6H14 ആണ് അല്ലെ. C6H14 ആണ് ഹെക്സൈൻ മോളിക്കുലാർ ഫോർമുല. ഇനി ഇതിന്റെ സാധ്യമായ ചെയിൻ ഐസോമർ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ഒരു കാർബൺ കട്ട് ചെയ്യുന്നു മെയിൻ ചെയിനിൽ നിന്ന്, ബാക്കി മെയിൻ ചെയിനിൽ എഴുതുന്നു. ഒരു കാർബൺ കട്ട് ചെയ്താൽ 1 2 3 4 5 കാർബൺ ഉണ്ടാവും അല്ലെ മെയിൻ ചെയിനിൽ. ഇനി എവിടെയൊക്കെ കൊടുക്കാം? ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുക്കാൻ പറ്റുമോ? ഇവിടെ കൊടുത്താലും സെയിം ആണ് അല്ലെ. ആദ്യം നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഒരു കോമ്പൗണ്ട് ആയല്ലോ. ഹൈഡ്രജൻ ഫിൽ ചെയ്യാം. H3 H2 H2 H3 H3. ഇതിന്റെ പേരെന്താ വരിക? രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ ഉണ്ട് അല്ലെ. 2-methyl പെന്റൈൻ ആണ് അല്ലെ. 5 കാർബൺ ആണ് മെയിൻ ചെയിനിൽ. 2-methyl പെന്റൈൻ. ഇനി വേറെ എവിടെ വെക്കാൻ പറ്റും? രണ്ടാമത്തെ കാർബണിൽ വെച്ച് മൂന്നാമത്തെ കാർബണിൽ വെക്കാൻ പറ്റൂല്ലേ. അടുത്തത് എങ്ങനെ വരുന്നു? 1 2 3 4 5. മൂന്നാമത്തെ കാർബണില് C. ഈ മുറിച്ചത് മൂന്നാമത്തെ കാർബണിൽ വെച്ചു. ഇതിന്റെ പേരെന്താ പോരുക? H3 H2 H3 വരും. ഇതിന്റെ പേരെന്ത് വരും? 3-methyl. ഇത് 2-methyl ആണെങ്കിൽ ഇത് 3-methyl ആണ് അല്ലെ. ഇനി അടുത്തതായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു കാർബൺ വെക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് വരിക. ഇവിടെ വെക്കാൻ പറ്റില്ല. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഹെക്സൈൻ വരും. ഇനി ഒരു കാർബൺ എവിടെയും വെക്കാൻ പറ്റില്ല. അടുത്തതായിട്ട് നമ്മൾ 2 കാർബൺ മുറിക്കുക. 2 കാർബൺ മുറിച്ചാൽ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടാവും? 4 കാർബൺ. അപ്പം 1 2 3
4. 2 കാർബൺ നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഈ 2 കാർബൺ എവിടെയൊക്കെ വെക്കാൻ പറ്റും നമുക്ക്? ഇവിടെ ഒന്ന് വെക്കാം, ഇവിടെ ഒന്ന് വെക്കാം. വെച്ചൂടെ? വെക്കാം. 1 2. ഇതിന്റെ പേരെന്താ? ഹൈഡ്രജൻ ഫില്ല് ചെയ്യുന്നില്ല. ഇതിന്റെ പേരെന്താ വരിക? 2 3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ ആണ് അല്ലേ? 2 3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ ആണ്. അടുത്തതായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഏതാണ്? ഒറ്റയൊന്നും കൂടി എഴുതാൻ പറ്റൂലേ? എങ്ങനെ എഴുതാ? ഒന്നുകിൽ ഇവിടെ തന്നെ 2 എണ്ണം കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ 2 എണ്ണം കൊടുക്കുക. 2 രീതിയിലാണെങ്കിലും ഒരേ കോമ്പൗണ്ട് വരിക. എങ്ങനെ വരിക അപ്പം? 1 2 3 4. നമ്മൾ രണ്ടാമത്തെ കാർബണിൽ 2 എണ്ണം കൊടുക്കുന്നു. ബ്രാഞ്ച് 1 2. ഇതിന്റെ പേരെന്താ വരിക? 2 2 ഡൈമീഥൈൽ ബ്യൂട്ടേൻ വരും. 2 2 ഡൈമീഥൈൽ ബ്യൂട്ടേൻ. ഇനി ഏതെങ്കിലും വരുമോ? എവിടെ വെച്ച് നോക്കിയാലും ഇനി ഒന്നും വരില്ല. 4 ചെയിൻ ഐസോമേഴ്സ് ആണ് എന്തിനുള്ളത്? ഹെക്സൈൻ ഉള്ളത്. അപ്പൊ ഹെക്സൈന്റെ സാധ്യമായ എല്ലാ ചെയിൻ ഐസോമറുകളുടെയും ഘടന വരച്ച് പേരെഴുതാൻ പറഞ്ഞാല് 4 ചെയിൻ ഐസോമർ സാധ്യമാണ് ഹെക്സൈന്. 4 എണ്ണം വരയ്ക്കുക, പേരെഴുതുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കൊടുത്തതാണ്. ടെക്സ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് പഠിച്ചു വയ്ക്കുക. ഹെക്സൈന് 4 ചെയിൻ ഐസോമേഴ്സ് ആണ്. അതാണ് നമ്മളിപ്പോ വരച്ചത്. ഇതിന്റെ പേരും പഠിച്ചു വയ്ക്കുക. അടുത്ത ഐസോമേഴ്സ് ആണ് ഫങ്ഷണൽ ഐസോമറിസം. ഫങ്ഷണൽ ഐസോമറിസം. ഫങ്ഷണൽ ഐസോമറിസത്തിൽ വളരെ കുറച്ച് കാര്യം. ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഒരേ മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, പക്ഷെ അതിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെയുള്ള ഐസോമറിസമാണ് ഫങ്ഷണൽ ഐസോമറിസം. ഈ ഫങ്ഷണൽ ഐസോമറിസത്തിൽ ആകെ ഒരൊറ്റ കാര്യം പഠിക്കാനുള്ളൂ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ ഫങ്ഷണൽ ഐസോമേഴ്സ് എന്താണ് അല്ലെങ്കിൽ ഏതാണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളുകളാണ് അല്ലെ? ഈ ആൽക്കഹോളുകളുടെ ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ് ഈഥറുകൾ. ആൽക്കഹോളുകളുടെ ഫങ്ഷണൽ ഐസോമേഴ്സ് ഈഥറുകളാണ്. അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ ഫങ്ഷണൽ ഐസോമേഴ്സ് ആൽക്കോക്സി ഗ്രൂപ്പാണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ ഫങ്ഷണൽ ഐസോമേഴ്സ് ആൽക്കോക്സി ഗ്രൂപ്പാണ്. എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കൊരു ആൽക്കഹോളിന്റെ പേര് എഴുതാം. അതിന് സമാനമായിട്ടുള്ള ഈഥറിന്റെ പേര് എഴുതാം. അപ്പൊ രണ്ടും നോക്കിയിട്ട് നമുക്ക് ഐസോമർ ആണോ നോക്കാം. ആദ്യം ഒരു ചെറിയൊരു ആൽക്കഹോൾ പ്രൊപ്പനോൾ എടുക്കാം. നമുക്ക് സി 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 അല്ലെ? H ഫിൽ ചെയ്താൽ H3 H2, ഇവിടെ H3 H2 OH ആണ് അല്ലെ? ഇനി ഇതിന്റെ മോളിക്കുലാർ ഫോർമുല ഒന്ന് എഴുതി നോക്കിയാൽ നമുക്കറിയാം. 1 2 3 കാർബൺ ആണ് C3. 3 2 5 2 7 1 8 ഹൈഡ്രജൻ ആണ് H8 O ആണ് അല്ലെ? ഇതേ എണ്ണം കാർബൺ ഉള്ള ഈഥറിന്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചു നോക്കുക. ഇതേ എണ്ണം കാർബൺ ഉള്ള ഈഥർ, അതിലെന്തും കൂടെ വരണം? O. ഈഥർ ആകുമ്പോ O ഉണ്ടാവും അല്ലെ? 1 ഒരു കാർബൺ കഴിഞ്ഞിട്ട് ഓടുക, 3 കാർബൺ O. ഇനി ഹൈഡ്രജൻ ഫിൽ ചെയ്താൽ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടാവണം? H3. ഇവിടെയോ H2, ഇവിടെയോ H3 ഉണ്ടാവും അല്ലെ? 3 3 6 2 8 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഓക്സിജൻ, 3 കാർബൺ. ഇത് നമ്മൾ മോളിക്കുലാർ ഫോർമുല എഴുതി നോക്കിയാൽ നമുക്കറിയാം. C3 H8O. ഇതിന്റെ പേരാണെങ്കിൽ പ്രൊപ്പൻ 1 ആണ് അല്ലെ? ഇത് പ്രൊപ്പൻ 1 ആണ് അല്ലെ? പ്രൊപ്പൻ 1 ആണ്. ഇതിന്റെ പേരോ മീത്തോക്സി ഈഥെയ്ൻ ആണ് അല്ലെ? മീത്തോക്സി ഈഥെയ്ൻ. അപ്പം ഇതാണ് ഫങ്ഷണൽ ഐസോമേഴ്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പേ വ്യത്യാസമാണ് അല്ലെ? ഇതിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണെങ്കിൽ ഇതിലുള്ളത് O ആണ് അല്ലെ? ഇത് ഹൈഡ്രോക്സിൽ ആണെങ്കിൽ ഇത് ആൽക്കോക്സി ആണ്. ഇങ്ങനെയുള്ള ഐസോമറിസം ആണ് ഫങ്ഷണൽ ഐസോമറിസം. ഇതിൽ ഒറ്റ കാര്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ ഫങ്ഷണൽ ഐസോമർ ഏതാന്നുള്ളത്. അത് ആൽക്കോക്സി ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെത് ഈഥേഴ്സ് ആണ്. അടുത്ത അവസാനത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. അവസാനത്തെ ഐസോമറിസം ആണ് പൊസിഷൻ ഐസോമറിസം. പൊസിഷൻ ആണ് അല്ലെ? സ്ഥാനമാണ്. ഈ പൊസിഷൻ ഐസോമറിസത്തിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല ആൻഡ് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ബട്ട് ദ പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആർ ഡിഫറെന്റ് അല്ലെ? ഒരേ തന്മാത്രാ സൂത്രവും
ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പാണ്, പക്ഷെ ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറുന്നത് മൂലം ഉണ്ടാകുന്ന ഐസോമർസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊസിഷൻ ഐസോമർസം. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും, ഒരേ മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, പക്ഷെ ഇതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനത്തിൽ ഉണ്ടാകുന്ന മാറ്റം, പൊസിഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഐസോമർസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊസിഷൻ ഐസോമറിസം എന്ന് വിളിക്കുന്നത്. ഈ പൊസിഷൻ ഐസോമറിസത്തിൽ എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതിയാൽ 4 കാർബൺ 1 2 3 4 കാർബൺ H3 H2 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 Br. ഇത് ശരിക്കും എന്താണ് സാധനം? 1 2 3 4 കാർബൺ ആണ് അല്ലെ. ഫസ്റ്റ് കാർബണിലാണ് ബ്രോമിൻ കിടക്കുന്നത് അല്ലെ. ഫസ്റ്റ് കാർബണിൽ ബ്രോമിൻ വന്നതിന്റെ പേരെന്താ വരിക? 1-ബ്രോമോ ബ്യൂട്ടൈൻ ആണ് അല്ലെ. ഇതിന്റെ പോസിബിൾ ആയിട്ടുള്ള പൊസിഷൻ ഐസോമർ ഏതാ വരിക? ഒന്നുകിൽ ഇതിനെ നമുക്ക് ഇവിടെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ വരച്ചാലും സെയിം ആണ് അല്ലെ. അപ്പൊ നമുക്ക് വരച്ചു നോക്കാം. സി 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 4 കാർബൺ Br. ഇവിടെ വരച്ചാലും ഇത് തന്നെയാണ് വരിക, ഇവിടെ വരച്ചാലും അത് തന്നെ വരും അല്ലെ. ഇവിടെ വരച്ചാലും 2ാമത്തെ കാർബണിലാണ് ഉണ്ടാവുക, ഇവിടെ വരച്ചാൽ 1ാമത്തെ കാർബണിലാണ് ഉണ്ടാവുക. 1ാമത്തെ കാർബൺ തന്നെയാണ് ഇത്. ഇതല്ലേ ഇതിന്റെ ചെയിൻ ഐസോമർ, പൊസിഷൻ ഐസോമറിസം? അതെ. CH3 H2 H3. ഇതിന്റെ പേരെന്താ വരിക? 2-ബ്രോമോ ബ്യൂട്ടൈൻ. ഇതില് രണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പും രണ്ടിലും Br തന്നെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള. ഹാലോ ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നത്. പക്ഷെ ഇതിന്റെ സ്ഥാനത്തിലുള്ള വ്യത്യാസം, ഇവിടെ 1ാമത്തെ കാർബണിലാണെങ്കിൽ ഇതില് 2ാമത്തെ കാർബണിലാണ് ബ്രോമിൻ കിടക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ സ്ഥാനം മാറുന്നത് മൂലം ഉണ്ടാകുന്ന ഐസോമേഴ്സ് ആണ് പൊസിഷൻ ഐസോമേഴ്സ്. ഇങ്ങനെ നമുക്ക് വേറെയും എക്സാമ്പിൾ എഴുതാം, നിങ്ങൾ എഴുതി നോക്കാം. ഇത്രയാണ് നമ്മളുടെ 6ാമത്തെ ചാപ്റ്ററിൽ ഉള്ളത്. അപ്പൊ 6ാമത്തെ ചാപ്റ്ററിലുള്ള എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ചധികം വീഡിയോസ് വന്നിട്ടുണ്ട്, എന്നാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം 10ാം ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പും ഫങ്ഷണൽ ഗ്രൂപ്പും ഐസോമറിസവും അതുപോലെ ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം, ഇത്രയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് തറവായിട്ട് പഠിക്കണം, ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരിക. അപ്പം നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മളുടെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് നോക്കാം. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ നമ്മുടെ അടുത്ത ക്ലാസ്സിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ആളിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക. താങ്ക് യു.